ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അറബിക് സ്നാക്കായാലോ? ഒരു അറബിക് ട്രഡീഷണൽ സ്നാക്കായ ഫലാഫൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെയും മിക്ക സ്ഥലങ്ങളിലും ഈ ഫലാഫിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഈ ഫലാഫിലിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. ഇതിനായി ഞാൻ 1.5 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പാസ്ലി ലീവ്സ്, 1/2 കപ്പ് മല്ലിയില, ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാനൊരു ഫുഡ് പ്രോസസ്സറിലോട്ട് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലിയായ കാരണം അത്രയും എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു 8 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതക്കാട് ചേർത്തില്ല, അത് അങ്ങനെ കിടക്കും, ഇതിൽ അരിഞ്ഞ് കിട്ടാൻ പണിയാവും. ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. വേറെ നമ്മളെ എരിവിന് വേറൊന്നും ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് ഫൈനായി അരയും വേണ്ട, എന്നാലും നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഒന്ന് അരിയും വേണം. ചെറിയൊരു തരി അതിൽ വേണം. ആ ഒരു പരുവത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം അതെല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫലാഫിലിൻ്റെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് അതിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അതുപോലെ ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഒരുപാട് കനം കുറഞ്ഞ് പോവരുതെന്ന് മാത്രം, കുറച്ച് കട്ടയിൽ ഇത് പരത്തിയെടുക്കുക. ഞാൻ ഈ ഷേപ്പിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്ക് ചൂടായ ഓയിലിലോട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് 2 വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേ ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ സോഫ്റ്റുമായ സ്നാക്കാണ്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഒരു ഷവർമ റോള് പോലെ ഉണ്ടാക്കിയിട്ടും സെർവ് ചെയ്യാം. അതിനായി ഞാൻ കുറച്ച് തഹീന എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തഹീന എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതിന് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മയോനൈസ് ഉപയോഗിക്കാം, ഈ തഹീനയുടെ കൂട്ടിന് പകരം. ഇനി ഈ ഒരു മിക്സ് നമുക്ക് കുബൂസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ഷവർമൊക്കെ റോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ആദ്യം മയോനൈസ് അല്ലെങ്കിൽ ഇതുപോലെ തഹീനയുടെ കൂട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫലാഫിൽ വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കുക. ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കുക്കുംബർ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് തക്കാളിയും കൂടെ നീളത്തിൽ അരിഞ്ഞതും കൂടെ വെച്ച് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാബേജ് വേണമെങ്കിൽ അത് വെക്കാം, ക്യാരറ്റോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഞാനിപ്പോൾ ഈ എള്ളരച്ചത് അല്ലെങ്കിൽ തഹീനയാണ് വെച്ചിട്ട് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് മയനൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടി ഹെൽത്തി ആയി നോക്കിയിട്ടാണ് ഈ തഹീനയും തൈരും കൂടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഫലാഫിൽ ഷവർമ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാണിച്ച പോലെ ഫലാഫിൽ ഫ്രൈ ചെയ്ത അങ്ങനെ തന്നെ സ്നാക്കായി സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തിട്ടും സെർവ് ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇപ്പോൾ ചിക്കൻ ഷവർമ അല്ലെങ്കിൽ ബീഫ് ഷവർമ ഇവരൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം അവർക്ക് ട്രൈ ചെയ്താൽ നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഫലാഫിൽ. അതുപോലെ ഫലാഫിൽ റോളും. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ റെസിപ്പി വെള്ളക്കടലയ്ക്ക് പകരം നമ്മുടെ കറുത്ത കടലയുണ്ടല്ലോ,
മണിക്കടല. ആ ഒരു കടല വെച്ചിട്ടും ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. വെള്ളക്കടലില്ലാത്തവർക്ക് ആ ഒരു കടല വെച്ചിട്ടും ഇത് ധൈര്യമായി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.